ഹലോ, നമുക്കിപ്പോൾ ഒരു മലേഷ്യൻ യാത്ര പോയാലോ? ഇതാണ് ഞാൻ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ജിബി. അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിലും. ട്രാവൽ ഏജൻസിയുടെ ഹെൽപ്പില്ലാതെ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ഇത്. മലേഷ്യയിലെ ഒരു കുഞ്ഞ് ഐലൻഡാണ് ലങ്കാവി. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്ത്യൻസിന് വിസ ഫ്രീ ആയിട്ടുള്ളൊരു കൺട്രി കൂടിയാണ് മലേഷ്യ. ഞങ്ങൾക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അവിടെ നിന്ന് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ട് പിന്നെ ഒരു 1.5 hour ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ലങ്കാവിയിലേക്ക് എത്തുന്നത്. എയർപോർട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെയുള്ള ഹോട്ടലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്യുന്നത്. സൽസ റിസോർട്ട് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. 3 days ആണ് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നത്. ഒരു റൂമ് ഓൾമോസ്റ്റ് 5400 രൂപയാണ് ഞങ്ങൾക്ക് ടോട്ടലായത്. ഫസ്റ്റ് ഡേ ഞങ്ങളൊരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ സ്കൂട്ടർ ഓർ കാർ റെൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ പോകുന്നത് വേൾഡ്സ് വൺ ഓഫ് ദി സ്റ്റീപ്പസ്റ്റ് കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ടാണ്. ഓറിയൻ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിൻ്റെ അകത്താണ് ഇത് വരുന്നത്. അവിടെ കൂടാതെ ഈ സ്കൈ ക്യാബ്, സ്കൈ ബ്രിഡ്ജ്, 3D ആർട്ട്, ഈഗിൾ നെസ്റ്റ് വ്യൂ പോയിൻ്റ് ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ എടുക്കുന്ന പാക്കേജിൻ്റെ അനുസരിച്ചാണ് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം ഓറിയൻ്റൽ വില്ലേജിൻ്റെ അകത്ത് വരുന്ന കാഴ്ചകളാണ്. കുറേ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ചെറിയ ഷോപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ കുറേ ട്രഡീഷണൽ സാധനങ്ങളൊക്കെയുള്ള കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ വന്നിട്ടാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നത്. രാവിലെ കുറച്ച് നേരത്തെ എത്തുവാണെങ്കിൽ അധികം തിരക്കില്ലാതെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. താമസിച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ രാവിലെ ഒരു 9:30 കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങളപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. അവിടെ അവരുടെ കുറച്ച് പാക്കേജസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ പെർ ഹെഡ് 89 റിംഗിറ്റിൻ്റെ ഒരു പാക്കേജാണ് എടുത്തത്. അതിൽ സ്കൈ ക്യാബ്, സ്കൈ ബ്രിഡ്ജ്, 3D ആർട്ട്, സ്കൈ ഡോം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈഗിൾ നെസ്റ്റ് വ്യൂ പോയിൻ്റ് മാത്രം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. പക്ഷെ അവിടെ നിന്ന് അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നേരെ കേബിൾ കാറിലേക്ക് കയറാനായിട്ട് പോവുകയാണേ. ഇതൊക്കെ നമ്മൾ നേരത്തെ വന്നുകൊണ്ടാണ് കാലിയായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഫുള്ളായിരിക്കുമേ. ഇതാണ് കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഒരു കേബിൾ കാറിൽ 4 പേർക്ക് കയറാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി 4 പേരുണ്ടായിരുന്നു. ഞാനും ജിബിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് അതുലും അപർണയും ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ജിബി. അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിലും അപർണയും. അപ്പോൾ അതാ കേബിൾ കാർ വരുന്നുണ്ട്. ഇത് അങ്ങനെ സ്റ്റോപ്പായി തരത്തില്ല. നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് സ്ലോ ആവത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ചാടി കയറണം അതിനകത്തോട്ട്. അങ്ങനെ കേബിൾ കാർ എത്തി. നമ്മളിതാ ചാടി കയറി ഇരുന്നിട്ടുണ്ട് അതിനകത്തോട്ട്. ആദ്യമേ കയറി സീറ്റ് പിടിച്ച സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. അങ്ങനെ കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ മലയുടെ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോകും തോറും താഴത്തെ വ്യൂ നല്ല അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടുള്ള വ്യൂ. ഇത്രയും ടോപ്പിലെത്തിയിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും ലങ്കാവിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ വ്യൂ. ഇതോ ആ കാണുന്ന കടലാണേ. ഈ കേബിൾ കാർ ഓരോ വ്യൂ പോയിൻറ്റ്സിലും നിർത്തിത്തരും. അതിൽ ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ് ഈഗിൾ നെസ്റ്റ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, എന്നാലും ഞങ്ങളവിടെ ഇറങ്ങിയായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അവിടേക്ക് ഞങ്ങൾ ഇറങ്ങി. ഈഗിൾ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലെവറായിട്ട് നിൽക്കുന്ന ഒരു ഈഗിളിൻ്റെ സ്ട്രക്ചറിൽ ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചേക്കുന്നു. ഈഗിൾ നെസ്റ്റ് നമ്മുടെ ടിക്കറ്റ് കോംബോയിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്കവിടെ എൻട്രി ചെയ്ത് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാം. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഈഗിൾ നെസ്റ്റ് പോയിന്റിലേക്കുള്ള എൻട്രി. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേബിൾ കാർ ഇറങ്ങിയ സ്ഥലത്ത് വീണ്ടും വന്നു നിന്നാൽ അടുത്ത കേബിൾ കാർ കയറി മുകളിലേക്ക് പോകാം.
ഇനി അടുത്ത വ്യൂ പോയിൻ്റായ സ്കൈ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സ്കൈ ബ്രിഡ്ജിൻ്റെ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് താഴോട്ട് കാടിൻ്റെ ഉള്ളിലൂടെ കുറച്ച് നടക്കാനുണ്ട്. നടക്കാൻ വയ്യാത്തവർക്ക് അഡീഷണലായിട്ട് പൈസ കൊടുത്താൽ സ്ലൈഡിംഗ് ക്യാബിൻ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നടന്ന് സ്കൈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ലങ്കാവി സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏകദേശം 660 മീറ്റർ ഉയരത്തിലുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ഇത് കാണുന്ന പോലെ തന്നെ കുറേ കേബിളുകളിൽ ഹാങ് ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ് സ്കൈ ബ്രിഡ്ജ്. ഇതിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ കുറേ ഗ്ലാസ് ഫ്ലോറുകളും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം സ്കൈ ബ്രിഡ്ജിൽ കൂടെ നടന്ന് ഒരു സ്റ്റെപ്പ് കയറി വന്നിട്ട് മേളിൽ വരുന്ന ഒരു വ്യൂ ആണിത്. ഞങ്ങൾ മുകളിലെത്തിയപ്പോഴത്തേക്കിനും വെയിലെല്ലാം മാറി കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലങ്കാവയുടെ ഒരു ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതേ കേബിൾ കാറൊക്കെ കയറി വരുന്നുണ്ടോ? നമ്മൾ അതുവഴിയാണ് മേളിലോട്ട് വന്നത്. അങ്ങനെ ടോപ്പ് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും കേബിൾ കാറ് കയറി താഴേക്ക് പോവാണ്. മുകളിലോട്ട് കയറുന്ന പോലെ അല്ലായിരുന്നു, ഇറങ്ങിയപ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു പോലെ നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ താഴെ എത്തി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ 3D ആർട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3D ആർട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവിടെ കുറേ ചിത്രങ്ങളുണ്ടാവും. അതിലേതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിനും നല്ലൊരു 3D ഇമേജ് നമുക്ക് കിട്ടും. അങ്ങനെ 3D ആർട്ടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ ഇവിടെ കുറേ മീനിനെയൊക്കെ കണ്ട് കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഉച്ചയായി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.